നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2025-26 സീസൺ പകുതിയും പിന്നിട്ട് മുന്നോട്ട് കുതിക്കവേ ഒരു ബാലൻഡിയോർ പവർ റാങ്കിങ്ങിൻ്റെ സമയമായി എന്ന് തോന്നുന്നു. 20 താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പവർ റാങ്കിങ് ഇപ്പോൾ സ്കോർ 90 പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. കാരണം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നിപ്പോൾ 50 മത്സരങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് കളി നോക്കൗട്ട് സ്റ്റേജിലേക്ക് മാറും. അതുപോലെ തന്നെ ലീഗ് പലയിടങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനായി മാറാനുള്ള സാധ്യതകളെല്ലാം തെളിയുന്നു. പിന്നെ വേൾഡ് കപ്പ് ഇതിന് പിന്നാലെ വരാനുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഗിയറിലൊരു പോക്കാണ് സീസൺ അവസാനം വരെ. ഈ ഘട്ടത്തിൽ ആർക്കാണ് ബാലൻഡിയോറിന് കൂടുതൽ സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 20ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ്. യുണൈറ്റഡ് ഇപ്പോൾ വീണ്ടും ട്രാക്കിലാവുന്നു എന്ന തോന്നലുണ്ട്. യുണൈറ്റഡ് ട്രാക്കിൽ കയറാൻ വിഷമിച്ച സമയത്തും ബ്രൂണോ പലപ്പോഴും ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ബ്രൂണോ 20ാം സ്ഥാനത്ത് വരുമ്പോൾ 19ാം സ്ഥാനത്താണ് പാരീസ് സെൻ ജെർമൻ്റെ പോർച്ചുഗീസ് യുവതാരം ന്യൂനോ മെൻഡസ് ഉള്ളത്. PSG മുന്നോട്ട് പോക്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അവന് വലിയ പ്രാധാന്യമുണ്ട്. 18ാം സ്ഥാനത്താണ് സാലിബയെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് സഹതാരം ഗബ്രിയൽ മെഗല്ലസും. 17ാമതാണ് ഗബ്രിയൽ മെഗല്ലസ്. സ്വാഭാവികം ആഴ്സണൽ താരങ്ങൾക്ക് പവർ റാങ്കിങ്ങിൽ കൂടുതൽ ഇടം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അപരാജിത കുതിപ്പ് തുടരുന്ന ഒരേ ഒരു ടീമേ ഉള്ളൂ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിലും അവരിപ്പോൾ 1ാം സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യുന്ന ഘട്ടമാണല്ലോ. 16ാമത് പാരീസ് സെൻ ജെർമൻ്റെ തന്നെ നെവസാണ്. ഇനി 15ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ. കഴിഞ്ഞ തവണയല്ല, അതിൻ്റെ മുമ്പത്തെ തവണ വിനി ബാലൻഡിയോർ അർഹിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുശേഷം 10x പെർഫോമൻസ് നടത്തുമെന്നൊക്കെ പറഞ്ഞ വിനിക്ക് ആ മികവിലേക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ പോലും ഇപ്പോൾ അൽവാരോ ആർബിലോ കൊടുക്കുന്ന വലിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ വീണ്ടും അദ്ദേഹം മിന്നി തുടങ്ങിയിട്ടുണ്ട്. 14ാമത് അദ്ദേഹത്തിൻ്റെ സഹതാരമായ ജൂഡ് ബെല്ലിംഗാം ആണെങ്കിൽ 13ാമത് ബയൺ മ്യൂണിക്കിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡയസാണ്. ഡയസിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിൽ നിന്ന് പോയിട്ട് ബയണിൽ അദ്ദേഹം വളരെ പെട്ടെന്നാണ് കാലുറപ്പിച്ചത്. 12ാമത് അഷ്റഫ് ഹക്കീമി. നമുക്കറിയാം ആഫ്കോണിൽ അദ്ദേഹത്തിൻ്റെ ടീം ഫൈനൽ വരെ കളിച്ചു. ഫൈനലിലാണ് ആ വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ സെനഗൽ കപ്പ് കൊണ്ടുപോയത്. അത് മാത്രമല്ല, PSG നിരയിൽ അവരുടെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കളിക്കാരനാണ്. മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോർവേഡാണെന്നല്ല പറഞ്ഞത്, ടീമിൻ്റെ മുന്നേറ്റം എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അതും പിടിച്ചു വരണ്ട. 11ാം സ്ഥാനത്ത് സാക്കയാണ്. ആഴ്സണലിൻ്റെ സാക്ക. പതിവ് പോലെ ആഴ്സണലിൽ അദ്ദേഹം വളരെ വളരെ വിലപ്പെട്ടവനാണ്. ആഴ്സണലിൽ കുതിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുക സ്വാഭാവികം. 10ാം സ്ഥാനത്ത് പാരീസ് സെൻ ജെർമൻ്റെ വിറ്റീഞ്ഞ, പാസിംഗ് മാസ്റ്റർ വിറ്റീഞ്ഞയാണെങ്കിൽ 9ാമത് റാഫീഞ്ഞ. ഇപ്പോൾ പോയ സീസണിൽ പലരും ബാലൻഡിയോർ കണ്ടൻഡർ എന്ന് പോലും കണ്ടിരുന്നയാളാണ്. ഈ സീസണിൽ കുറച്ച് പരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ശരിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ട്രാക്കിലായി. മികച്ച പ്രകടനമാണ് അദ്ദേഹത്തോട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കളിക്ക് ശേഷം മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ സീസണിലെ റാഫീഞ്ഞയെ കാണാൻ ഈ സീസണിൽ ഇനിയും എത്ര കാത്തിരിക്കണം? അപ്പോൾ അദ്ദേഹം ഗോളിൻ്റെ കണക്കൊക്കെ വെച്ചിട്ട് ചോദിച്ചു, കഴിഞ്ഞ സീസണിലെ റാഫീഞ്ഞ തന്നെയാണ് ഇപ്പോഴും, നിങ്ങൾ കണക്കൊക്കെ ഒന്ന് ശരിക്കും പഠിക്കുകയെന്ന്. അത് തന്നെയാണ് റാഫീഞ്ഞയുടെ കാര്യത്തിൽ. അദ്ദേഹം ഇപ്പോഴും ആ മികവിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 8ാമതാണ് ഒസ്മാൻ ഡംബലെ. പോയ സീസണിലെ ബാലൻഡിയോർ വിന്നർക്ക് ഈ സീസണിൽ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ വലച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 7ാമതാണ് പെഡ്രി. ബാഴ്സലോണയുടെ മധ്യനിരയിലെ പ്രധാന ശക്തി പെഡ്രിയാണ്. പരിക്കിൻ്റെ പിടിയിലാണ് ഇപ്പോഴുള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ സീസണിലും മികച്ച പെർഫോമൻസ് തന്നെയാണുള്ളത്. 6ാം സ്ഥാനത്താണ് ഇപ്പോൾ ഒലീസയുള്ളത്. ഒലീസയെ സംബന്ധിച്ചിടത്തോളം ബയണിൻ്റെ മുന്നേറ്റത്തിൽ അദ്ദേഹം കൊടുക്കുന്ന സംഭാവന എല്ലാവർക്കും അറിയാമല്ലോ. സോ അദ്ദേഹം 6ാമത് വരുമ്പോൾ 5ാം സ്ഥാനത്താണ് ആഴ്സണലിൻ്റെ റൈസ് വരുന്നത്. 4ാമത് എർലിംഗ് ഹാലൻഡിൻ്റെ സമീപകാല പ്രകടനം കുറച്ച് മോശമാണ്. കഴിഞ്ഞ 9 കളികളിൽ ഒറ്റ ഗോളേ ഉള്ളൂ. എന്നാലും ഈ സീസണിൽ ഇതുവരെയുള്ള പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം ടോപ്പ് 4 യോഗ്യൻ തന്നെയാണ്. 3ാമത് ഹാരി കെയ്നാണ്.
ബയൺ മ്യൂണിക്കിലേക്ക് എത്തിയതിന് ശേഷം താരം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മൂന്നാമത് വരുമ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ ലാമിനെ യമാൽ വരുന്നത്. യമാൽ വീണ്ടും തൻ്റെ ഫോമിലേക്കൊക്കെ മടങ്ങിയെത്തി മികച്ച പ്രകടനം നടത്തുന്നു, ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നു. ഒന്നാമത് ആരാന്നുള്ള ചോദ്യം ഈ സീസണിൽ ഇതുവരെയുള്ള പവർ റാങ്കിങ്ങിലൊന്നും ആർക്കും അങ്ങനെ ഉയർന്നു വന്നിട്ടില്ലല്ലോ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കിലിൻ എംബാപ്പയുടെ തൊട്ടടുത്ത് പോലും എത്താവുന്ന പെർഫോമൻസ് ഈ സീസണിൽ ഇതുവരെ മറ്റാരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതാണ് ഇപ്പോൾ നിലവിലെ പവർ റാങ്കിങ്. ടോപ്പ് 5 ഒന്നുകൂടി പറയാം: എംബാപ്പെ, ലാമിനെ യമാൽ, അതുപോലെ പിന്നെ ഹാരി കെയ്ൻ, എർലിംഗ് ഹാലൻഡ്, റൈസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. സീസൺ അവസാനിക്കുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, എസ്പെഷ്യലി വേൾഡ് കപ്പിന് ശേഷം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എത്താം.